ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൈവീശൽ എന്നൊരു സാധനമാണ്. നമ്മളെ മലബാറിലെ സ്പെഷ്യൽ ഒരു സാധനമാണ്. നിങ്ങൾ ചില ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈദപ്പൊടി ഒരു കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, അതുപോലെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടയും മൈദയെല്ലാം കൂടി നല്ലോണം ഒന്ന് ഒരു വിസ്ക് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ഒരു കപ്പ് മൈദയല്ല ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു കപ്പ് മൈദക്ക് 1 കപ്പ് അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കട്ടയൊന്നും കിട്ടാണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണേ. പിന്നെ അതിലത്തേക്ക് നമ്മൾ ഏലക്കായിൻ്റെ പൊടി, അത് ഞാൻ പഞ്ചസാരയും കൂട്ടിയിട്ട് ഏലക്കായി എന്ത് ചെയ്യും പൊടിച്ചിട്ട് എടുത്ത് വെക്കും. അതാവുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കും. ഇതുപോലെ ഈ ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാൻ, എന്നിട്ട് നമ്മളൊരു കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഓയിലിൻ്റെ കവറിലേക്കായിട്ട് നമ്മൾ ഈ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒരു തെറ്റൊക്കെ ഒരു ചെറിയൊരു കത്രിനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ഓട്ടയും കൂടി ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല തിളച്ച ഓയിലിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ജിലേബിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് വട്ടത്തിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ. 2 ഭാഗവും നല്ലോണം ഒരു കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മളെ കൈവീസൽ റെഡിയായി. കൈവീശലെന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അത് നമ്മളെ തലശ്ശേരിയിലെ മലബാറിലെ ഒരു ഡിഷാണിത്. ഇത് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും.